ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇത് നമ്മളൊരു ബിരിയാണി റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അഥവാ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുത്തു. ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ അരി എടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് വാഷ് ചെയ്തൊന്ന് സോക്ക് ചെയ്യാൻ 15 മിനിറ്റ് നേരം വെക്കണം. അതിനുശേഷം നമ്മുടെ സവോള വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് നാരങ്ങാ നീരും കുറച്ച് തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ മുളക് പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനും മസാലയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ സെയിം കുക്കറിലോട്ട് തന്നെ കുറച്ച് സവോള ഇതുപോലെ മസാലയ്ക്ക് വേണ്ട സവോള 1-2 സവോള ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയാണ് ചതച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വേണം ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. കാരണം അടി പിടിക്കുന്നതുകൊണ്ടാണ് ഞാനത് സവോള വഴന്നതിന് ശേഷം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഇതൊന്ന് പച്ചമണം മാറുന്നവരെ മാത്രം വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സാധാരണ ഗരം മസാല പൊടിക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ചെയ്തത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് നമ്മുടെ മസാലയ്ക്ക് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ കുക്കറിലോട്ട് ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുക്കറിൽ നിന്ന് അടച്ച് വെച്ച് 1 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുക്കറൊന്ന് അടച്ച് വെക്കുവാണ്. ഇനി നമുക്ക് റൈസിനകത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കുക്കറിൽ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ തുറന്നു അതിനകത്തോട്ട് മല്ലിയിലയും പുതിനയിലയാണ് ഇട്ട് കൊടുത്തത്. മല്ലിയില ഞാൻ 1 കപ്പും പുതിനയില 1/2 കപ്പും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് 1 പിടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമ്മുടെ അരി കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് അരി ഇങ്ങനെ മുകളിലിടണം, ചിക്കൻ താഴെയായിരിക്കണം. അങ്ങനെയാണ്, അല്ലാതെ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. ഇപ്പം അതിങ്ങനെ പുകത്തിലിങ്ങനെ ലെയർ പോലെ തന്നെയാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച പോലത്തെ ചൂടായിട്ടുള്ള വെള്ളമാണ്. 2 കപ്പ് റൈസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനെ മുകളിൽ കൂടി ഇങ്ങനെ തന്നെ ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ മിക്സ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഓൾ സ്പൈസസും കൊടുക്കുന്നുണ്ട്. കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുള്ളതുകൊണ്ട് ഇനി നമ്മൾ രണ്ടാമത് വേറെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് തന്നെ ഉണ്ടാകും മിക്സിന് ആവശ്യത്തിന് അരി പൊട്ടി പോകാതിരിക്കാനായിട്ട്. നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ രീതിയിൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അരിയൊന്നും വെന്ത് പോയിട്ടുമില്ല, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് ബാക്കി മിച്ചോളവും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് പിന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ലാസ്റ്റ് ആ നെയ്യും കൂടി വരുമ്പോഴത്തേക്കാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, കഴിക്കാൻ കുറച്ചും കൂടി രുചിയും ഉണ്ടായിരിക്കും. ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് കുക്കറൊന്ന് അടച്ച് വെക്കാം. അത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ രീതിയിൽ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് സമയമൊന്നുമില്ല, എന്തെങ്കിലും കഴിക്കാൻ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഈ രീതിയിൽ ബിരിയാണി തയ്യാറാക്കിയാൽ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ സെർവ് ചെയ്യുവാണ്. നമുക്ക് വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരമൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. ആവശ്യത്തിന് കുറച്ചും കൂടി തണുത്തിട്ടൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. റൈസ് ഒന്നും പ്രശ്നം വന്നിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. റൈസ് വെന്തതിൻ്റെ പാകവും കറക്റ്റാണ്. അതുപോലെ തന്നെ ചിക്കനും നല്ല മസാലയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രുചികരമായിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. അപ്പം ഈ റെസിപ്പിയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും
ബൈ.